ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബിറ്റ്സിലേക്ക് സ്വാഗതം. ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്ന നവവൈദികൻ ഫാദർ രാഹുലിന്റെ ദൈവവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച് ബിറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. പാലാ ചെമ്പിളാവ് ഇടവകാംഗമായ ഫാദർ രാഹുലിന്റെ തിരുപ്പട്ട സ്വീകരണ ചടങ്ങുകൾക്ക് പാലാ രൂപതാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമ്മുടെ കർത്താവായ ദൈവം നീതിയുടെ വസ്ത്രം എന്നേക്കുമായി നിന്നെ ധരിപ്പിക്കട്ടെ. ആമേൻ. വഴിയും സത്യവും ജീവനുമായ നമ്മുടെ കർത്താവ് ഈശോയുടെ സുവിശേഷം നീ പ്രഘോഷിക്കുക. സുവിശേഷത്തിലെ ഈശോ നിന്റെ ശക്തി കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ. 2000 മാർച്ച് 22-നാണ് പാലാ ചെമ്പിളാവ് ചെറുപുഷ്പ ഇടവക വികാരിയും ആകാശപ്പറവുകളുടെ സ്ഥാപകനുമായ ഫാദർ ജോർജ് കുറ്റിക്കൽ നിന്ന് ഫാദർ രാഹുലിന്റെ കുടുംബം മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമാകുന്നത്. താൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാമോദിസ സ്വീകരിക്കുന്നതെന്നും അടിയുറച്ച ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ തനിക്ക് സാധിച്ചത് തന്റെ മാതാപിതാക്കൾ മൂലമാണെന്നും ഫാദർ രാഹുൽ പറയുന്നു. ആകാശപ്പറവുകളുടെ സജീവ ശുശ്രൂഷകനായിരുന്നു തന്റെ പിതാവെന്നും അത് ഫാദർ ജോർജ് കുറ്റിക്കലുമായി അടുത്തിടപഴകുവാൻ തനിക്ക് സഹായകരമായെന്നും അദ്ദേഹത്തിന്റെ ആത്മീയ ഉപദേശം സ്വീകരിച്ചുകൊണ്ടായിരുന്നു താൻ വൈദിക പരിശീലനത്തിനായി സെമിനാരിയിൽ ചേർന്നതെന്നും SBD സന്യാസ സഭാംഗമായ ഫാദർ രാഹുൽ വരിക്കക്കുഴിയിൽ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു. ഞാൻ മാമോദിസ സ്വീകരിക്കുമ്പോൾ 6ാം ക്ലാസ്സിലായിരുന്നെങ്കിലും അടിയുറച്ച ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ എനിക്ക് വളർന്നു വരുവാൻ സാധിച്ചത് എൻ്റെ മാതാപിതാക്കൾ മൂലമാണ്. ലോകത്തിന് നന്മ ചെയ്യണം, പാവങ്ങൾക്ക് നീതി ലഭിക്കണം എന്നുള്ള വലിയ ആഗ്രഹം ചെറുപ്പം മുതലേ എനിക്കുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ഒരു പോലീസോ പട്ടാളമോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊക്കെ സാധിക്കുമെന്നാണ്. പിന്നീട് നല്ലവരായ അനേകം വൈദികരുടെ കഠിന പ്രയത്നം എനിക്ക് കാണുവാൻ സാധിച്ചു. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചനാണ്. നമ്മളുടെ ആകാശപ്പറവുകളുടെ സ്ഥാപകനായിരുന്ന ഫാദർ ജോർജ് കുറ്റിക്കൽ. എൻ്റെ സെമിനാരിയിൽ ചേർന്ന് വൈദികനാകുവാനുള്ള ആഗ്രഹം ഞാൻ മാതാപിതാക്കളുമായി പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ട് എനിക്ക് ലഭിച്ചു. എങ്കിലും എൻ്റെ കുടുംബത്തിലുള്ള മറ്റ് റിലേറ്റീവ്സിനൊന്നും ഇതിനോടൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അവർക്കൊന്നും ഇതൊന്നും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല. 2006 ജൂൺ 22-ാം തീയതി SVD ചങ്ങനാശ്ശേരി മൈനർ സെമിനാരിയിൽ ചേർന്ന് എനിക്ക് നീണ്ട 15 വർഷക്കാലം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയി വൈദിക പരിശീലനം നേടുവാനുള്ള ഭാഗ്യമുണ്ടായി. ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നെങ്കിലും ഒരിക്കലും കൈവിടാത്ത ആ ദൈവത്തിൻ്റെ സ്നേഹം വന്നുകൊണ്ട് മാത്രമാണ് നീണ്ട 15 വർഷക്കാലത്തെ വൈദിക പരിശീലനത്തിന് ശേഷം അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ദൈവം തിരഞ്ഞെടുത്തത്. നീണ്ട 15 വർഷത്തെ വൈദിക പരിശീലന കാലഘട്ടങ്ങളിൽ ഫാദർ രാഹുലിന് പ്രാർത്ഥനയും പിന്തുണയും നൽകി മാതാപിതാക്കളായ മുരളിയും ഓമനയും സഹോദരി ആതിരയും ഒപ്പമുണ്ടായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പാലാ രൂപതയുടെ മൈനർ സെമിനാരിയിൽ വെച്ചാണ് ദൈവവചന സഭാംഗമായ ഫാദർ രാഹുലിന്റെ തിരുപ്പട്ട സ്വീകരണം നടന്നത്. തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണത്തിനായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഡൊമിനിക് സാവിയോ വരിക്കക്കുഴിയിൽ എന്നേക്കുമായി വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ പ്രാർത്ഥനാപൂർവ്വം ആഘോഷിച്ച് ആഗോള സഭ. തിരുനാളിന്റെ ഭാഗമായി വിശുദ്ധ മറിയം ത്രേസ്യയുടെ കുഴിക്കാട്ടുശ്ശേരി കബറട ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2019 ഒക്ടോബർ 13-ന് വത്തിക്കാനിൽ നടന്ന ശുശ്രൂഷയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചത്. മറിയം ത്രേസ്യ തൃശൂർ ജില്ലയിലെ പുത്തൻചിറ ഗ്രാമത്തിലെ ചിറമേൽ മങ്കിടിയൻ തോമായുടെയും താണ്ടയുടെയും മകളായാണ് മറിയം ത്രേസ്യ ജനിച്ചത്. തോമ താണ്ട ദമ്പതികളുടെ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും അടങ്ങുന്ന 5 മക്കളിൽ 3ാമത്തവളായിരുന്നു മറിയം ത്രേസ്യ. ഉത്തമ മാതൃകയായ അവളുടെ അമ്മയുടെ ശിക്ഷണത്തിൽ വളരെയേറെ ഭക്തിയിലും വിശുദ്ധിയിലുമായിരുന്നു അവൾ വളർന്നു വന്നത്. ധാരാളം ഭൂസ്വത്തുക്കളുള്ള ഒരു സമ്പന്ന കുടുംബമായിരുന്നു അവരുടേതെങ്കിലും ത്രേസ്യയുടെ അപ്പൂപ്പൻ തന്റെ 7 പെൺമക്കളെയും സ്ത്രീധനം നൽകി വിവാഹം ചെയ്തയക്കുവാനായി ഭൂമി വിറ്റു തീർക്കുകയും ക്രമേണ അവർ ദരിദ്രരായി തീരുകയും ചെയ്തു. കുടുംബത്തിന്റെ ദാരിദ്ര്യാവസ്ഥയിൽ മനംനൊന്ത് അവളുടെ പിതാവും സഹോദരനും മദ്യപാനത്തിന് അടിമകളായി മാറി. ഇങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് പ്രേക്ഷിത രംഗത്തെ ഭാവി വാഗ്ദാനം ഉയർന്നു വന്നത്.
മറിയം ത്രേസ്യയുടെ ജീവിതത്തിന്റെ ആദ്യ പകുതി വരെ മാമോദിസ പേരായ ത്രേസ്യ എന്ന പേരിലായിരുന്നു അവൾ അറിയപ്പെട്ടിരുന്നത്. 1904 മുതൽ അവൾ തന്റെ നാമം മറിയം ത്രേസ്യ എന്നാക്കി മാറ്റി. കാരണം പരിശുദ്ധ കന്യക അവൾക്കൊരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയും മറിയം എന്ന പേര് അവളുടെ പേരിന്റെ കൂടെ ചേർക്കുവാൻ അവളോട് ആവശ്യപ്പെടുകയും ചെയ്തു. അവൾ അപ്രകാരം ചെയ്യുകയും ചെയ്തുവെന്നാണ് ചരിത്രം പറയുന്നത്. പ്രവചനപരം, രോഗശാന്തി, തേജോവലയം, മാധുര്യമേറിയ പരിമളം തുടങ്ങിയ നിഗൂഢമായ ദൈവിക സമ്മാനങ്ങളാൽ അനുഗ്രഹീതമായിരുന്നു മറിയം ത്രേസ്യ. ആവിലായിലെ വിശുദ്ധ തെരേസയുടെ ജീവിതത്തിന് സമാനമായി ആത്മീയ ഉന്മാദത്തിൽ വായുവിൽ നിലം തൊടാതെ നിൽക്കുക തുടങ്ങിയ അത്ഭുതകരമായ സംഭവങ്ങൾ അവളുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ചകളിൽ ത്രേസ്യ തന്റെ മുറിയുടെ ഭിത്തിയിൽ നിലം തൊടാതെ ക്രൂശിത രൂപത്തിന്റെ ആകൃതിയിൽ ഉയർന്നു നിൽക്കുന്നത് കാണുവാൻ ആളുകൾ തടിച്ചുകൂടുമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. പ്രാർത്ഥനയും കഠിനമായ അനുതാപവും നിറഞ്ഞ ഒരു ജീവിതം നയിച്ചു വന്ന മറിയം ത്രേസ്യ ജാതിയും മതവും നോക്കാതെ പാവങ്ങളെ സഹായിക്കുക തുടങ്ങിയ നല്ല പ്രവൃത്തികൾ അനുഷ്ഠിച്ചു പോന്നു. മറിയം ത്രേസ്യയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ കുടുംബങ്ങളെ സേവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആത്മീയ സഭയുടെ സാധ്യത മാർ ജോൺ മേനാച്ചേരി പിതാവ് കണ്ടെത്തി. അങ്ങനെ 1914 മെയ് 14 മറിയം ത്രേസ്യ നിത്യവ്രത വാഗ്ദാനം സ്വീകരിച്ചുകൊണ്ട് ഹോളി ഫാമിലി എന്ന പേരോടുകൂടിയ സന്യാസിനി സഭയ്ക്ക് സഭാപരമായി സ്ഥാപനം കുറിച്ചു. അവളുടെ 3 സഹചാരികളും ആ സഭയിലെ പോസ്റ്റലൻസായി ചേർക്കപ്പെട്ടു. ഈ പുതിയ സന്യാസിനി സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ മറിയം ത്രേസ്യയും ജോസഫ് വിധേയത്തിൽ അച്ഛൻ ചാപ്ലൈനുമായി തീർന്നു. 50-ാമത്തെ വയസ്സിൽ അവൾ മരിക്കുമ്പോൾ 55 കന്യാസ്ത്രീകളും 30 താമസക്കാരും 10 അനാഥരും അവളുടെ പരിപാലനയിൽ ഉണ്ടായിരുന്നു. ആയിരത്തി 1964 വിധേയത്തിൽ അച്ഛൻ മരിക്കുന്നതുവരെ അചഞ്ചലമായി മുന്നേറിക്കൊണ്ടിരുന്ന ഈ സഭയുടെ അമരത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. 2000 ആണ്ടായപ്പോഴേക്കും ഈ സന്യാസിനി സഭയ്ക്ക് കേരളത്തിലും വടക്കേന്ത്യയിലും ജർമ്മനിയിലും ഗാനയിലുമായി 1584ഓളം സന്യാസിനിമാർ സേവനനിരതരായി ഉണ്ടായി. നിലവിൽ 7 പ്രൊവിൻസുകളും 119 നോവിസുകളും 176 ഭവനങ്ങളും ഹോളി ഫാമിലി സഭയ്ക്കുണ്ട്. 1926 ജൂൺ 8 മറിയം ത്രേസ്യ മരണപ്പെടുന്നത്. ഭാരമുള്ള എന്തോ വസ്തു കാലിൽ വീണത് മൂലമുള്ള മുറിവ് അതിയായ സഹനങ്ങൾക്ക് വഴി തെളിയിച്ചു. പ്രമേഹ രോഗമുണ്ടായിരുന്നതിനാൽ ആ മുറിവ് ഭേദമാകാത്തതായിരുന്നു മരണത്തിന്റെ കാരണം. അവളുടെ മരണശേഷം മറിയം ത്രേസ്യയുടെ പ്രസിദ്ധി നാടെങ്ങും പരന്നു. അവളോടുള്ള മാധ്യസ്ഥ സഹായം വഴിയായി നിരവധി രോഗികൾ അത്ഭുതകരമായി സുഖപ്പെട്ടു. മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥത്തിൽ നടന്ന നിരവധി അത്ഭുതങ്ങളിൽ ഒരെണ്ണം 1992 സഭ വളരെ വിശദമായി പഠിച്ച് ഉറപ്പുവരുത്തി. ജന്മനാ മുടന്തനായിരുന്ന മാത്യു പെല്ലിശ്ശേരിയുടെ അത്ഭുത രോഗസൗഖ്യമായിരുന്നു അത്. ഇത് ദൈവദാസിയായ മറിയം ത്രേസ്യയുടെ മാധ്യസ്ഥതയാൽ സംഭവിച്ചതാണെന്ന് വിശുദ്ധീകരണ നടപടികളുടെ ചുമതലയുള്ള സമിതി 2000 ജനുവരി 1 അംഗീകരിച്ചു. ഇതിനിടെ 1999 ജൂൺ 28 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ ദൈവദാസിയായിരുന്ന മറിയം ത്രേസ്യയെ ധന്യയായി പ്രഖ്യാപിച്ചു. അത്ഭുത രോഗശാന്തി സഭാപരമായി മറിയം ത്രേസ്യയുടെ വിശുദ്ധീകരണ പ്രഖ്യാപനത്തിനാവശ്യമായ ഏറ്റവും അവസാനത്തെ കാര്യമായിരുന്നു. വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ നടന്ന 2ാമത്തെ അത്ഭുത രോഗശാന്തി ലഭിച്ചതിനുള്ള ദൈവശാസ്ത്ര റിപ്പോർട്ടുകൾ വത്തിക്കാനിലെ 7 ഡോക്ടർമാരടങ്ങിയ വിദഗ്ധ മെഡിക്കൽ സംഘം സ്ഥിരീകരിച്ചു. ഇതോടെ മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുവാനുള്ള നടപടിക്രമങ്ങളുടെ സുപ്രധാനമായ ഘട്ടം പൂർത്തിയായി. തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള പെരിഞ്ചേരി ഇടവകയിലുള്ള ചൂണ്ടൽ വീട്ടിൽ ജോഷിയുടെയും ഷിബിയുടെയും മകനായ ക്രിസ്റ്റഫറിനുണ്ടായ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന രോഗം വിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ അത്ഭുതകരമായി സുഖപ്പെടുകയായിരുന്നു. 2009 അമല ആശുപത്രിയിൽ പൂർണ്ണ വളർച്ചയെത്തുന്നതിന് മുൻപ് പ്രസവിച്ച കുഞ്ഞിന്റെ ഹൃദയവും ശ്വാസകോശവും ശരിയായി പ്രവർത്തിച്ചിരുന്നില്ല. അതിനാൽ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് ഡോക്ടർമാർ വിധിച്ചിരുന്നു. എന്നാൽ പ്രതീക്ഷ കൈവിടാതെ കുടുംബാംഗങ്ങൾ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയിൽ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കുകയായിരുന്നു. 3 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 9 അത്ഭുത രോഗശാന്തി ഉണ്ടായത്. മറിയം ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതിന്റെ 9ാം വാർഷിക ദിനത്തിലാണ് അത്ഭുത രോഗശാന്തി ഉണ്ടായതെന്ന് ശ്രദ്ധേയമാണ്. ക്രിസ്റ്റഫറിന്റെ ജനന സമയത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടുകളും അത്ഭുത രോഗശാന്തി നേടിയ ശേഷമുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളുമാണ് വത്തിക്കാനിലെ മെഡിക്കൽ സംഘം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അത്ഭുത രോഗശാന്തി സംബന്ധിച്ച റിപ്പോർട്ട് വത്തിക്കാനിലെ ദൈവശാസ്ത്രജ്ഞരുടെ സമിതിയും കർദിനാൾമാരുടെ സമിതിയും അംഗീകരിച്ചു. അങ്ങനെ ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനുമൊടുവിൽ 2019 ഒക്ടോബർ 13 വത്തിക്കാനിൽ നടന്ന ശുശ്രൂഷയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. മറിയം ത്രേസ്യ പുണ്യവതി, ഇന്നീ ഭൂവിൽ ഭാഗ്യവതി, ഭൂതലം മുഴുവൻ വിളങ്ങിയിടട്ടെ നിൻ ധന്യമായി തീർന്നൊരു നൽ ജീവിതം, ധന്യമായി തീർന്നൊരു
ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു വിശുദ്ധനാണ് MSMI സന്യാസിനി സഭയുടെ സ്ഥാപകനും ആധ്യാത്മിക പിതാവുമായ മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ എന്ന് KCBC മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംബ്ലാനി. വർക്കിയച്ചന്റെ 100ാം ജന്മദിനാഘോഷത്തിലാണ് ബിഷപ്പ് ഇക്കാര്യം പങ്കുവച്ചത്. സ്ഥാപക പിതാവിന്റെ 100ാം ജന്മദിനം ആഘോഷിക്കുന്ന MSMI സന്യാസിനി സമൂഹത്തിന് മുഖ്യമന്ത്രിയും സഭാ നേതൃത്വവും ആശംസകളും പ്രാർത്ഥനകളും നേർന്നു. അവൻ വഴികളെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ദൈവജനത്തിന്റെ നവീകരണത്തിന് അനുയോജ്യമായ ഒരു സന്യാസിനി സമൂഹമെന്ന ലക്ഷ്യത്തോടെയാണ് 1962 സെപ്റ്റംബർ 8 മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ MSMI സന്യാസിനി സമൂഹം ആരംഭിച്ചത്. വേദനിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും ക്രിസ്തു സ്നേഹത്താൽ ആശ്വസിപ്പിക്കുകയും അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്ന കടമയാണ് MSMI സന്യാസിനിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവക പ്രേക്ഷിതത്വം, വചനപ്രഘോഷണം, ജീവകാരുണ്യ പ്രവർത്തനം, മിഷൻ പ്രവർത്തനം, ആതുര സേവനം, വിദ്യാഭ്യാസം എന്നിവയാണ് ശുശ്രൂഷ മേഖലകളായി MSMI സന്യാസിനിമാർ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ് MSMI സന്യാസിനി സമൂഹമെന്നും വർക്കിയച്ചനെ സഭ ഔദ്യോഗികമായി ധന്യനായോ വാഴ്ത്തപ്പെട്ടവനായോ വിശുദ്ധനായോ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വർക്കിയച്ചൻ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഇവയെല്ലാമാണെന്ന് കോഴിക്കോട് രൂപത മെത്രാൻ ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ പറഞ്ഞു. അച്ഛൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞിട്ട് 12 വർഷങ്ങൾ പൂർത്തിയായി. എന്നാൽ അച്ഛൻ കൊളുത്തിയ ദീപശിഖ കെടാതെ നിലനിൽക്കുന്നുവെന്ന് തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത മാർ ജോർജ് ഞെർലക്കാട്ട് 100ാം ജന്മദിനാഘോഷത്തിൽ പങ്കുവച്ചു. കുടിയേറ്റ ജനതയുടെ ആത്മീയ പോരാളിയാണ് വർക്കിയച്ചനെന്ന് താമരശ്ശേരി രൂപത മെത്രാൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. 1980കളിൽ കരിസ്മാറ്റിക് നവീകരണം വിശ്വാസത്തിന്റെ ഉണർവിലേക്കും ദൈവവചനത്തിന്റെ ശക്തിയിലേക്കും പതിനായിരങ്ങളെ ആകർഷിച്ചപ്പോൾ ആ നവീകരണ മുന്നേറ്റത്തെ വഴിതെറ്റാതെ മുന്നോട്ട് നയിക്കുന്നതിന് നേതൃത്വം കൊടുത്തവരിൽ പ്രധാനിയാണ് വർക്കിയച്ചനെന്ന് ഷെവലിയാർ ബെന്നി പുന്നത്ര പറഞ്ഞു. വർക്കിയച്ചന്റെ ജന്മശതാബ്ദി കേരള സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. നാമകരണ നടപടികൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഒരു വിശുദ്ധനാണെന്ന് KCBC മീഡിയ കമ്മീഷൻ ചെയർമാൻ മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. 2009 ജൂൺ 24 മോൺസിഞ്ഞോർ CJ വർക്കിയച്ചൻ ഓർമ്മയായപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകൻ നഷ്ടമായി. പക്ഷേ അദ്ദേഹം കൊളുത്തിയ ദീപത്തിൽ നിന്ന് ആയിരങ്ങൾ പൊതുവെളിച്ചം തെളിയിക്കുന്നു. സ്വർഗത്തിലെ അനേകം വിശുദ്ധരോടൊപ്പം വർക്കിയച്ചനെയും ചേർത്തുവച്ച് അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തണമേ എന്ന് MSMI സന്യാസിനി സമൂഹം പ്രാർത്ഥിക്കുന്നുവെന്ന് സഭയുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഫിൻസി പറഞ്ഞു. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. സദാ ദൈവത്തിരുമനസ്സ് നിറവേറ്റി ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി തന്റെ ജീവിതം സമർപ്പിച്ച മോൺസിഞ്ഞോർ CJ വർക്കിയച്ചനെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ നിരന്തര പ്രചോദനമനുസരിച്ച് ദൈവജനത്തിന്റെ ആത്മീയവും ഭൗതികവുമായ ഉന്നമനത്തിനും പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ നവീകരണത്തിനും വേണ്ടി അക്ഷയനെ യത്നിക്കാൻ അച്ഛനെ നിയോഗിച്ച ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. തീക്ഷ്ണതയോടെ അവിടുത്തെ വചനം പ്രഘോഷിക്കുകയും അനേകരെ അങ്ങയുടെ രക്ഷാകര സ്നേഹത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്ത അങ്ങയുടെ ദാസനെ അങ്ങ് തിരുമനസ്സാകുന്നുവെങ്കിൽ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തണമേ എന്നും അച്ഛന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്നും പരിശുദ്ധ അമ്മ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ കുളത്തുവയൽ എന്ന ഗ്രാമത്തിൽ ആരംഭിച്ച ഈ സന്യാസിനി സമൂഹം ഇന്ന് ഭാരതത്തിനകത്തും പുറത്തുമായി ഇതിന്റെ സേവന മേഖല വ്യാപിപ്പിച്ചിട്ടുണ്ട്. മോൺസിഞ്ഞോർ വർക്കിയച്ചന്റെ ദർശനങ്ങളോടും ജീവിത വീക്ഷണങ്ങളോടും നീതി പുലർത്തുന്ന 800-ലധികം സിസ്റ്റേഴ്സ് താമരശ്ശേരി, തലശ്ശേരി, മാനന്തവാടി, ചാന്ത പ്രൊവിൻസുകളിലായി സേവനം ചെയ്യുന്നു. തിരുവനന്തപുരം മലങ്കര മേജർ അതിരൂപത നവതി ആഘോഷത്തിന് ആരംഭമായി. നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം സഭയുടെ പ്രഥമ ദേവാലയവും ഹൈറാർക്കി സ്ഥാപന വിളംബര കൽപ്പന വായിക്കപ്പെട്ട തിരുവനന്തപുരം പാളയം സമാധാന രാജ്ഞി ബസിലിക്കയിൽ നടന്നു. നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കാത്തോലിക്ക ബാവ നിർവഹിച്ചു. തന്റെ കൃപയാൽ മനുഷ്യവർഗം മുഴുവന്റെയും ജീവനും രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും വെടുപ്പമുള്ള ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെടുകയും ചെയ്തവനായി. COVID-19 പ്രത്യേക നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് രാവിലെ 6:30 മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസിലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ വിശുദ്ധ കുർബാന അർപ്പിച്ചു. സഭയുടെ പ്രഥമ ദേവാലയവും ഹൈറാർക്കി സ്ഥാപന വിളംബര കൽപ്പന വായിക്കപ്പെട്ട തിരുവനന്തപുരം പാളയം സമാധാന രാജ്ഞി ബസിലിക്കയിലായിരുന്നു വിശുദ്ധ കുർബാന ഒരുക്കിയത്. തുടർന്ന് നടന്ന നവതി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും കാത്തോലിക്ക ബാവ നിർവഹിച്ചു. ശേഷം ദിവ്യകാരുണ്യ ആരാധനയും നവതി ലോക പ്രകാശനവും നടന്നു.
വേളി വീരണിയ അഖിലാധാരമതാ വേളിയും നീ. 1932 ജൂൺ 11 11-ാം പിയൂസ് മാർപ്പാപ്പ ക്രിസ്തോ പാസ്തോരും പ്രിൻസിപ്പി എന്ന അപ്പസ്തോലിക രേഖ വഴി തിരുവനന്തപുരം മേജർ അതിരൂപതയും തിരുവല്ല രൂപതയും സ്ഥാപിതമായി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷനുമായി ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് നിയമിതനായി. കന്യാകുമാരി മുതൽ നിലയ്ക്കൽ ആങ്ങമൂഴി വരെയുള്ള ഭൂപ്രദേശം തിരുവനന്തപുരം അതിരൂപതയുടെ അജപാലന പ്രദേശമായി മാർപ്പാപ്പ നിശ്ചയിക്കുകയും ചെയ്തു. പിന്നീട് അജപാലന സൗകര്യത്തിനായി തിരുവനന്തപുരം അതിരൂപതയിൽ നിന്നും മാർത്താണ്ഡം, മാവേലിക്കര, പത്തനംതിട്ട, പാറശാല രൂപതകൾ സ്ഥാപിതമായി. 2005 ഫെബ്രുവരി 10 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തിയപ്പോൾ തിരുവനന്തപുരം അതിരൂപത മേജർ അതിരൂപതയായി ഉയർത്തപ്പെട്ടു. തിരുവനന്തപുരം അതിരൂപതയിൽ 640 ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ദേവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ്, ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ്, മേജർ ആർച്ച് ബിഷപ്പ് സിറിൽ ബെസേലിയോസ് കാതോലിക്ക ബാവ എന്നിവർ വിവിധ കാലഘട്ടങ്ങളിൽ അതിരൂപതയ്ക്ക് നേതൃത്വം നൽകി. ഇപ്പോൾ 9 വൈദിക ജില്ലകളിലായി 217 ഇടവകകളും മിഷൻ കേന്ദ്രങ്ങളും തിരുവനന്തപുരം മാർ ഇവാനിയോസ് വിദ്യാനഗർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിരവധി ഉന്നത വിദ്യാഭ്യാസ, പൊതുവിദ്യാഭ്യാസ, ആരോഗ്യ, ജീവകാരുണ്യ കേന്ദ്രങ്ങൾ തിരുവനന്തപുരം മേജർ അതിരൂപതയ്ക്കുണ്ട്. ചരിത്ര പ്രാധാന്യമേറിയ സ്പെയിനിലെ ഹിൽ ഓഫ് ദി ഏഞ്ചൽസിലെ തിരുഹൃദയ സ്മാരകത്തിന് തിരുഹൃദയ തിരുനാളിനോടനുബന്ധിച്ച് പ്രസക്തിയേറുന്നു. 1919 മെയ് 30 അൽഫോൺസോ 13 രാജാവ് സ്പെയിനിനെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടായിരുന്നു തിരുഹൃദയ സ്മാരകത്തിന്റെ ഉദ്ഘാടന കർമ്മങ്ങൾ നിർവഹിച്ചത്. സ്പെയിനിന്റെ ഭൂമിശാസ്ത്രപരമായ മധ്യഭാഗത്താണ് ചരിത്ര പ്രാധാന്യമേറിയ തിരുഹൃദയ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ലെയോ 13 പാപ്പയുടെ പേപ്പൽ വാഴ്ചയുടെ ഏറ്റവും മഹനീയ പ്രവൃത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 1999 ജൂൺ 11 മുഴുവൻ മാനവരാശിയുടെ തിരുഹൃദയ പ്രതിഷ്ഠയെ തുടർന്നായിരുന്നു സ്മാരകത്തിന്റെ നിർമ്മാണത്തിന് പ്രാദേശിക ഭരണകൂടം പദ്ധതിയിട്ടത്. മാലാഖമാരുടെ കുന്ന് എന്നറിയപ്പെടുന്ന ഉയർന്ന പ്രദേശത്ത് വിരിച്ചുപിടിച്ച കരങ്ങളുമായി ലോകം മുഴുവനെയും തന്റെ തിരുഹൃദയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള യേശുവിന്റെ തിരുഹൃദയ സ്മാരകത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് 1919 മെയ് 30 അന്നത്തെ രാജാവായിരുന്ന അൽഫോൺസോ 13 നേരിട്ട് അധ്യക്ഷത വഹിക്കുകയും രാജ്യത്തെ മുഴുവൻ യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഭൂമി മുഴുവനും മേലുള്ള യേശുവിന്റെ രാജത്വം ഏറ്റുപറഞ്ഞും സ്നേഹവും നീതിയും വാഴുന്ന അവിടുത്തെ രാജ്യം മനുഷ്യഹൃദയങ്ങളിൽ ഭരണം നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുമായിരുന്നു രാജാവ് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിയത്. സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് സ്മാരകം തകർക്കപ്പെടുകയും അവിടെ ആരാധന നടത്തുകയായിരുന്ന 5 പേർ വിശ്വാസം മുറുകെ പിടിച്ച് ക്രിസ്തു രാജാവ് നീണാൾ വാഴട്ടെ എന്ന് പ്രഖ്യാപിച്ച് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. 1944 മുൻപുണ്ടായിരുന്നതിന്റെ 2 ഇരട്ടി ഉയരത്തിൽ മറ്റൊരു തിരുഹൃദയ സ്മാരകം നിർമ്മിക്കപ്പെട്ടു. തിരുഹൃദയ ഭക്തിയുടെ പ്രാധാന്യവും യേശുവിന്റെ സർവാധിപത്യവും ലോകത്തോട് പ്രഘോഷിച്ചുകൊണ്ട് മാലാഖക്കുന്നിൽ തിരുഹൃദയ സ്മാരകം ഇന്നും പ്രൗഢഗംഭീരമായി നിലകൊള്ളുന്നു. കോവിഡ് ബാധിച്ച് അവശരായവരെ സഹായിക്കാൻ ഈശോ സഭക്കാരുടെ സൈക്കിൾ സവാരി. 10 സൈക്കിൾ സവാരിക്കാർ അടങ്ങുന്ന ടീമുകൾ $10.50 വിലമതിക്കുന്ന 100 പൊതികളെങ്കിലും 70 കിലോമീറ്ററോളം സഞ്ചരിച്ച് ശേഖരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഫുഡ് സൈക്കിൾ ഇന്തോനേഷ്യ എന്ന പ്രമുഖ സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഉദ്യമം. തെരുവിലെ കുട്ടികളെയും പ്രായമായവരെയും അഭയാർത്ഥികളെയും കൂടാതെ മറ്റുള്ള അവശരെയും സഹായിക്കാൻ ഇന്തോനേഷ്യയിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ബേക്കറികളിൽ നിന്നും മറ്റും അധികമായി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ലാഭേച്ഛയില്ലാതെ ശേഖരിച്ച് വിതരണം ചെയ്യുന്ന ഫുഡ് സൈക്കിൾ ഇന്തോനേഷ്യ എന്ന സംഘടന കഴിഞ്ഞ മെയ് 29 ജക്കാർത്ത നഗരത്തിൽ കാരുണ്യം പങ്കുവയ്ക്കാനുള്ള സവാരി എന്ന പേരിൽ നടത്തിയ സംരംഭത്തിൽ 27 ടീമുകൾ പങ്കെടുത്തിരുന്നു. അടിസ്ഥാന ആവശ്യങ്ങളടങ്ങുന്ന 3800 പാക്കറ്റുകൾ അത്യാവശ്യക്കാർക്ക് എത്തിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ സംരംഭത്തിൽ പങ്കുചേർന്ന സൈക്കിൾ ടീമുകളെ കൂടാതെ ധാരാളം ഇന്തോനേഷ്യക്കാരും 50 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ച് 2,50,000 ഇന്തോനേഷ്യൻ രൂപ സംഭാവനയായി നൽകുകയായിരുന്നു. സംരംഭത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ആരോഗ്യ നിയന്ത്രണ നിയമങ്ങൾ പാലിക്കണമെന്നും ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്ന് സംഘാടകനും ഇന്തോനേഷ്യ ഫുഡ് സൈക്കിൾ സംരംഭത്തിന്റെ സ്ഥാപകനുമായ ഹെർമൻ ആൻഡ്രിയാർട്ടോ പറഞ്ഞു. 10,000-ഓളം ആളുകൾക്ക് ഈ സംരംഭത്തിൽ നിന്നും സഹായം ലഭിച്ചു.
3 വൈദികരും 3 സെമിനാരിക്കാരും ഒരു ബ്രദറും ഈശോസഭ നടത്തുന്ന സ്കൂളിൽ ജോലി ചെയ്യുന്ന 3 അൽമായ സഹോദരരും ചേരുന്നതായിരുന്നു ഈശോസഭക്കാരുടെ ടീം. 3 സംഘങ്ങളായി തിരിഞ്ഞ് 5 മണിക്കൂർ കൊണ്ട് 85 കിലോമീറ്റർ സഞ്ചരിച്ച് 308 പൊതികൾ ശേഖരിക്കാൻ ഇവർക്ക് കഴിഞ്ഞു. ഇന്തോനേഷ്യയിൽ സൈക്കിൾ സവാരി അത്രമേൽ ജനകീയമായി തീർന്നിരിക്കുന്നതും ഈ യത്നം സംഭാവനകൾക്ക് വേണ്ടിയുള്ള അതിസാധാരണമായ ഒരു സംരംഭമായി മാറിയതും ഇന്തോനേഷ്യക്കാരെ ഇതിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. ഈജിപ്തിലെ കെയ്റോയിൽ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലുള്ള ചരിത്ര പ്രാധാന്യമേറിയ സെന്റ് മക്കാരിയൂസ് ആശ്രമവും അനുബന്ധ വസ്തുക്കളും നികുതി അടയ്ക്കാത്തതിന്റെ പേരിൽ അധികാരികൾ ജപ്തി ചെയ്തു. AD 360 സെന്റ് മക്കാരിയൂസ് ആശ്രമം സ്ഥാപിതമായത്. UK കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡ് പകർച്ചവ്യാധിയെ തുടർന്ന് സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ നികുതി അടയ്ക്കാൻ സാധിച്ചിരുന്നില്ലെന്ന് ആശ്രമ വക്താക്കൾ അറിയിച്ചു. മെയ് 30 ഗവൺമെന്റ് അധികാരികളും പോലീസും ചേർന്ന് ആശ്രമത്തിലെത്തുകയും നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ബുൾഡോസർ ഉപയോഗിച്ച് വേലി തകർക്കുകയും ചെയ്തു. ഈ നടപടിയെ ചോദ്യം ചെയ്ത സന്യാസിമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വിട്ടയക്കുകയും ചെയ്തു. ഈജിപ്ത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് 2017 ആശ്രമത്തോടനുബന്ധിച്ചുള്ള 3000 ഏക്കറും മറ്റൊരു 1000 ഏക്കറും വർഷത്തിൽ യഥാക്രമം $32,000 $2,55,000 വീതം നികുതി അടച്ച് ഉപയോഗിക്കുവാൻ ആശ്രമത്തിന് അനുവാദം നൽകിയത്. എന്നാൽ കോവിഡിനെ തുടർന്ന് നികുതി അടയ്ക്കാൻ തങ്ങൾക്ക് സാധിച്ചിരുന്നില്ലെന്ന് ആശ്രമം അധികാരികൾ അറിയിച്ചു. നികുതി പിരിക്കുവാനുള്ള ഭരണകൂടത്തിന്റെ അവകാശം മാനിക്കുന്നുണ്ടെങ്കിലും നൂറ്റാണ്ടുകളായി ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആശ്രമത്തിന് 2017 മുതൽ ഭീമമായ നികുതി ഏർപ്പെടുത്തിയത് ഒഴിവാക്കണമെന്ന് ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡിന്റെ പ്രസിഡന്റ് മെർവിൻ തോമസ് ആവശ്യപ്പെട്ടു. കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ സാത്താനിക ആരാധനയ്ക്കായി ക്രൂരമായി കൊലപ്പെടുത്തിയ മരിയ ലൗറ മൈനൈറ്റി എന്ന കത്തോലിക്ക സന്യാസിനെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മർച്ചെല്ലോ സെമരാരോ മാർപ്പാപ്പയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നടന്ന തിരുക്കർമ്മത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിസ്റ്റർ മരിയ ലൗറ മൈനൈറ്റിയുടെ 21ാം വാർഷിക അനുസ്മരണ ദിനത്തിലാണ് വത്തിക്കാൻ നാമകരണ തിരുസംഘം അധ്യക്ഷൻ കർദിനാൾ മാർസെല്ലോ സെമരാരോ സിസ്റ്റർ മരിയയെ വാഴ്ത്തപ്പെട്ടവരുടെ നിരയിലേക്ക് ഉയർത്തിയത്. E Padre nostro, al Dio 3 volte santo, l'inno di lode per aver proclamato beata la venerabile serva di Dio മറിയ ലൗറ മൈനെറ്റി. 1939 ഓഗസ്റ്റ് 20 ഇറ്റലിയിലാണ് സിസ്റ്റർ മരിയ ലൗറ ജനിച്ചത്. കുഞ്ഞുനാളിൽ തന്നെ അമ്മയെ നഷ്ടമായ മരിയ ലൗറ 18ാം വയസ്സിൽ സന്യാസിനി സഭയിൽ പ്രവേശിച്ചു. ഇറ്റലിയിലെ നിരവധി നഗരങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ള സിസ്റ്റർ ചിയാവന്നയിലുള്ള സിസ്റ്റേഴ്സ് ഓഫ് ദ ക്രോസ് സന്യാസിനി സമൂഹത്തിന്റെ സുപ്പീരിയറായി ശുശ്രൂഷ ചെയ്യവെയാണ് കൊല്ലപ്പെട്ടത്. 2019 മെയ്യിൽ ധന്യരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട സിസ്റ്ററുടെ രക്തസാക്ഷിത്വം 2020 ജൂണിൽ പാപ്പ അംഗീകരിച്ചിരുന്നു. വിശ്വാസത്തെ പ്രതിയുള്ള രക്തസാക്ഷിത്വം സ്ഥിരീകരിച്ചതാണ് അത്ഭുത രോഗസൗഖ്യം സ്ഥിരീകരിക്കാതെ തന്നെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് സിസ്റ്റർ ഉയർത്തപ്പെടാൻ കാരണം. സിസ്റ്റർ മരിയ ലൗറ മൈനൈറ്റിയുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ത്രിദിന ആഘോഷ പരിപാടികൾക്ക് കോമോ രൂപത തുടക്കം കുറിച്ചിട്ടുണ്ട്. ചിയാവന്നയിലുള്ള പാർക്കിൽ 2000 ജൂൺ 6 60 വയസ്സുള്ള സിസ്റ്റർ മരിയ ലൗറയെ സാത്താൻ സേവകരായ 3 പെൺകുട്ടികൾ ചേർന്ന് കൊലപ്പെടുത്തിയത്. പെൺകുട്ടികളിൽ ഒരാൾ ലൈംഗിക പീഡനത്തിനിരയായി ഗർഭിണിയായെന്നും ഇതേക്കുറിച്ച് സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ട് സിസ്റ്ററിനെ പെൺകുട്ടികൾ വിളിച്ചു വരുത്തുകയായിരുന്നു. പാർക്കിൽ വെച്ച് അവർ ബലപ്രയോഗത്തിലൂടെ സിസ്റ്ററുടെ തല സമീപത്തെ ഭിത്തിയിൽ പല പ്രാവശ്യം ശക്തമായി ഇടിപ്പിച്ചും മുട്ടുകുത്തി നിർത്തി ഇഷ്ടിക കൊണ്ട് അടിച്ചും ആക്രമിച്ചു. കയ്യിൽ കരുതിയിരുന്ന കത്തികൊണ്ട് മൂവരും ചേർന്ന് 19 തവണ സിസ്റ്ററെ കുത്തുകയും ചെയ്തു. ദൃക്സാക്ഷികളിൽ നിന്ന് ആളെ തിരിച്ചറിഞ്ഞ പോലീസ് പെൺകുട്ടികളെ പിടികൂടുകയായിരുന്നു. സിസ്റ്ററിന്റെ പരിചയക്കാരായിരുന്ന മിലേന ഡി ജിയാംബറ്റിസ്റ്റ, അംബ്ര ഗിയാനാസോ, വെറോണിക്ക പിയോട്ടോബൈലി എന്നിവരായിരുന്നു അരുങ്കൊലയ്ക്ക് പിന്നിൽ. പോലീസിന്റെ അന്വേഷണത്തിലാണ് സാത്താൻ ആരാധനയുടെ ഭാഗമാണ് കൊലപാതകമെന്ന് ഉറപ്പിച്ചത്. ഇടവക വൈദികനെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ഉപേക്ഷിച്ചാണ് പെൺകുട്ടികൾ സിസ്റ്ററിനെ വധിച്ചതെന്നും പോലീസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. മരണസമയത്തും സിസ്റ്റർ കാട്ടിയ ക്രിസ്തീയ ക്ഷമയെക്കുറിച്ച് കുറ്റവാളികളായ പെൺകുട്ടികൾ പശ്ചാത്താപത്തോടെ പിന്നീട് ഏറ്റുപറഞ്ഞതും ശ്രദ്ധേയമായിരുന്നു. മരണവേദനയാൽ പൊളയുമ്പോഴും ഞങ്ങൾക്ക് സിസ്റ്റർ മാപ്പ് നൽകി. ഇതു ചെയ്തത് നിങ്ങളാണെന്ന് ഞാൻ ആരോടും പറയില്ല എന്ന വാക്കുകൾ മൂവരും പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. നാളുകൾക്ക് ശേഷം കൊലയാളികളിൽ ഒരാളായ മിലേന സിസ്റ്റർ ലൗറയുടെ സന്യാസ സമൂഹത്തിന് എഴുതിയ കത്തിലും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പവകാശം ഇല്ലാതാക്കുവാനുള്ള ഗുജറാത്ത് സർക്കാരിന്റെ പുതിയ നിയമ ഭേദഗതിയിൽ ആശങ്ക രേഖപ്പെടുത്തി ക്രൈസ്തവ സമൂഹം.
മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നതാണ് പുതിയ നിയമമെന്ന് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുജറാത്ത് എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറിയായ ഫാദർ ടെലസ് ഫെർണാണ്ടസ് മാധ്യമങ്ങളെ അറിയിച്ചു. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന ദി ഗുജറാത്ത് സെക്കൻഡറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ നിയമം 2021 റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ ജൂൺ 7 ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സ്ഥാപനങ്ങളുടെ നടത്തിപ്പും വിദ്യാർത്ഥികളുടെയും സ്റ്റാഫിന്റെയും നിയന്ത്രണവും സർക്കാരിന്റെ കൈകളിൽ എത്തിക്കുകയാണ് പുതിയ നിയമനിർമ്മാണത്തിന്റെ പിന്നിലെ ലക്ഷ്യമെന്ന് ക്രിസ്ത്യൻ നേതൃത്വം ആരോപിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാനും നടത്തുവാനുമുള്ള മതന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ ആവശ്യങ്ങളെ ഇല്ലാതാക്കുന്നതാണ് പുതിയ നിയമമെന്ന് കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗുജറാത്ത് എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറിയായ ഫാദർ ടെലസ് ഫെർണാണ്ടസ് മാധ്യമങ്ങളോട് പറഞ്ഞു. സഭയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള അധ്യാപക അനധ്യാപക തസ്തികകളിലെ നിയമനങ്ങൾക്കുള്ള അധികാരം ഇതുവരെ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായിരുന്നു. എന്നാൽ മതന്യൂനപക്ഷങ്ങളുടെ കീഴിലുള്ള സ്കൂളുകളിലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള എല്ലാ നിയമനങ്ങളും സർക്കാരിന്റെ സെൻട്രൽ റിക്രൂട്ട്മെന്റ് കമ്മിറ്റി വഴിയായിരിക്കണം എന്നാണ് പുതിയ നിയമത്തിൽ പ്രതിപാദിക്കുന്നത്. 7 ദിവസങ്ങൾക്കുള്ളിൽ നിയമങ്ങൾ സ്കൂൾ മാനേജ്മെന്റ് അംഗീകരിച്ചിരിക്കണമെന്നും അല്ലാത്തപക്ഷം സ്കൂളിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുമെന്നും നിയമത്തിൽ പരാമർശമുണ്ട്. ക്രൈസ്തവർക്ക് പുറമെ മുസ്ലിങ്ങളും ജൈന സമൂഹത്തിൽ നിന്നുള്ളവരും ഈ നിയമത്തെ എതിർത്തുകൊണ്ട് രംഗത്തുണ്ട്. ഗുജറാത്ത് എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ 181ഓളം കത്തോലിക്ക സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ 63 സ്കൂളുകൾക്ക് മാത്രമേ അധ്യാപകരുടെ ശമ്പളം നൽകുന്നതിനുള്ള സർക്കാർ സഹായം ലഭിക്കുന്നത്. ഈ നിയമം നടപ്പായാൽ പിന്നെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രമേണ ഗവൺമെന്റിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാകുമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ. IS തീവ്രവാദികളുടെ ഭീകരപ്രവർത്തനങ്ങളും ഭീഷണിയും മറികടന്ന് സിറിയയിലെ ക്രൈസ്തവ വിശ്വാസി സമൂഹത്തിന് സുരക്ഷാ കവചമായി നിലകൊണ്ട നിസ്ബി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് ജാക്കോസ് ബഹനാൻ ഹിൻഡോ ഓർമ്മയായി. ജൂൺ 5 ഫ്രാൻസിൽ വെച്ചായിരുന്നു അന്ത്യം. 1996 മുതൽ 2019 വരെ ഹസാക്കി നിസ്ബി അതിരൂപതയെ കാത്തുപാലിച്ച മഹാ ഇടയനായിരുന്നു ജാക്കോസ് ബഹനാൻ. തീവ്രവാദ ഭീഷണികൾക്ക് നടുവിൽ ജീവൻ പണയം വെച്ച് പീഡിത ക്രൈസ്തവ സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും വേണ്ടി ധീരമായി നിലകൊണ്ട മെത്രാപ്പോലിത്തയായിരുന്നു വിടവാങ്ങിയ ജാക്കസ് ഹിൻഡോ. വടക്കുകിഴക്കൻ സിറിയയിൽ ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുർദിസ്ഥാൻ ഭരണകൂടം അടച്ചുപൂട്ടിയപ്പോൾ ആ അനീതിക്കെതിരെ ശബ്ദമുയർത്തി പോരാടിയ ചരിത്രം അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിലെ ഒരു സുപ്രധാന ഏടാണ്. ക്രൈസ്തവരുടെ ജനസംഖ്യ മേഖലയിൽ കുറവായതിനാൽ ഭവന പദ്ധതികളടക്കം ജാക്കസ് ഹിൻഡോ നടപ്പിലാക്കിയിട്ടുണ്ട്. സർക്കാർ നടപടിയെയും ക്രൈസ്തവരുടെ പ്രധാനപ്പെട്ട ഭാഷകളിലൊന്നായ സുറിയാനി ഭാഷ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അനുവദിക്കാത്തതിനെയും രൂക്ഷമായി ആർച്ച് ബിഷപ്പ് വിമർശിച്ചിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ ഭരണകാലത്ത് ISനെതിരെ വ്യക്തമായ ധാരണയില്ലാതെയാണ് അമേരിക്ക പോരാടുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു. IS തീവ്രവാദികൾ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ ആർച്ച് ബിഷപ്പ് വിശ്വാസികളോട് ഒപ്പം നിന്നുവെന്നും ഇത് തങ്ങളെ സംബന്ധിച്ച് വലിയൊരു സാക്ഷ്യമായിരുന്നുവെന്നും ദമാസ്കസിലെ ഫാത്തിമ മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയത്തിന്റെ ചുമതല വഹിക്കുന്ന ഫാദർ അമർ കാസൽ സ്മരിച്ചു. അദ്ദേഹം രാഷ്ട്രീയക്കാരെയും സർക്കാർ അധികൃതരെയും കണ്ടുമുട്ടുമ്പോൾ സിറിയൻ ജനതയ്ക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുമായിരുന്നു. അറബികളും കുർദിസ്ഥാനികളും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനും മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനും ആർച്ച് ബിഷപ്പ് മധ്യസ്ഥത വഹിച്ചിരുന്നു. 1941 ഓഗസ്റ്റ് 8 ജനിച്ച ജാക്കസ് ബഹനാൻ ഹിൻഡോ 1969 മെയ് 4 വൈദികനായി അഭിഷേകം ചെയ്തു. 1996 ഹസാക്കി നിസിബി അതിരൂപതയുടെ ചുമതല അദ്ദേഹത്തിൽ നിക്ഷിപ്തമാകുന്നത്. 2019 ജൂൺ മാസം 22 ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് ആർച്ച് ബിഷപ്പ് രാജിവെക്കുന്നത്. ലോക്ക്ഡൌൺ ദിനങ്ങളിൽ ക്രിസ്തീയ ഭക്തിഗാന രംഗത്തെ കുഞ്ഞിവാനമ്പാടി ശ്രേയ അന്ന പാടിയ ഈശോ നമ്മെ തിരഞ്ഞിറങ്ങുമെന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ചെയ്തിരിക്കുന്നത് ബെന്നി തോമസ് ആണ്. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാകുന്നു. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. ഈശോ നമ്മെ